ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ രാവിലെ നേരത്തെ എണീറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയ എക്സസൈസും നമ്മൾ അങ്ങനത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രഷാവലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാനതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല കേട്ടോ. കാര്യം ഇപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക ഉരുൾപൊട്ടലും കാര്യങ്ങളും ഒക്കെ ആയതിനു ശേഷം റഫീഖൊക്കെ നല്ല ഡ്യൂട്ടി ടൈറ്റാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ പോകേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ആ ഒരു റിലാക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും രാവിലെ കിട്ടില്ല. അപ്പോൾ ഇതാ ഞാനിന്ന് രാവിലെ കുറച്ച് കറിയുണ്ട് കേട്ടോ, ബീഫ് കറിയുണ്ട് തലേ ദിവസത്തെ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. അങ്ങനെ റഫീഖാനെ വേഗം പറഞ്ഞയക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ റഫീഖ പോയി. അതിന് ശേഷം ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി അകമൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് ഒരു 1-2 കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ കുറച്ച് അലക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അലക്കാനുള്ളത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് കല്ലിൽ അലക്കാനില്ല, മെഷീനിൽ അലക്കാനില്ല. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റാക്കി. ബെഡ്റൂം സെറ്റാക്കുക എന്ന് പറയുമ്പോൾ എല്ലാ ബെഡ്റൂമും സെറ്റാക്കും കേട്ടോ. നമ്മൾ മേലെയുള്ള ബെഡ്റൂം താഴെയുള്ള മൊത്തം നമ്മളെല്ലാം കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഇനി ചെറുതായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, അതായത് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി ഒരു സഹായമായി നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-2 ഫാമിലിയിൽ നമുക്ക് പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് സഹായിച്ച കുറേ പേര് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ എമൗണ്ടോ വലിയ എമൗണ്ടോ എന്നുള്ളതിലല്ല. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ താങ്ക്സ് പറയാൻ കേട്ടോ. നിങ്ങളുടെ പരമാവധി കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പം ഞാൻ താങ്ക്സ് പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അത് നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള പ്രതിഫലം കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലോ എന്നല്ല. അപ്പോൾ ആ കാര്യം അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയിക്കും കേട്ടോ. ഓരോ കാര്യങ്ങളും കാണിക്കുന്നതാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ പ്രൈം മിനിസ്റ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെലികോപ്റ്റർ പറക്കുന്നത് അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞത് വീഡിയോ എടുത്തന്നല്ല, വീഡിയോ എടുത്തത് ഇന്നലെയാണ്. ഇത് ഞാൻ വോയിസ് കൊടുക്കുമ്പോഴാണ് കേട്ടോ, ഇപ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാ എനിക്ക് ഒരു പണിയുണ്ടെന്ന് പറഞ്ഞില്ല, എക്സ്ട്രാ ഉള്ള പണി. അപ്പോൾ അതിനുശേഷം എൻ്റെ കുളിയും ഫ്രഷാവലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നീട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ കബോർഡ് വേറെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ചോറ് വെക്കാനുണ്ട്. അപ്പം ചോറ് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ ബീഫ് കുറച്ചുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളി താളിച്ചു. ഞാനും വാവയല്ലേ ഉള്ളൂ, റഫീഖ ഡ്യൂട്ടിയിലാണ് ഉള്ളത്, വരില്ല ഉച്ചക്കത്തേക്ക്. അപ്പോൾ അങ്ങനെ ലഞ്ച് അവിടെ ഒതുക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ എക്സ്ട്രാ പണി ഇതാണ് കേട്ടോ. കബോർഡ് ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് മടക്കി വെക്കാനുണ്ട്. പക്ഷേ കബോർഡ് ഇങ്ങനെ അലങ്കൂലമായിട്ടിരിക്കൂലേ, നമ്മളൊരു ഒരാഴ്ച 1-1.5 ആഴ്ച ആകുമ്പോഴത്തേക്കും അത് എടുത്തത് മര്യാദക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തള്ളിയിട്ടും റഫീഖാൻ്റെ റാക്ക് ശരിക്കും ഇങ്ങനെ മറിഞ്ഞൊക്കെ വീഴും കേട്ടോ. എടുക്കുന്ന ധൃതിയിലാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടൊക്കെ അപ്പോൾ അതെനിക്ക് അങ്ങനെ കാണുമ്പില്ലേ, പിന്നെ അലക്കിയിട്ടത് ഉണങ്ങിയത് മടക്കി വെക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് ഞാൻ മടക്കി വെക്കൂല. അപ്പോൾ അങ്ങനെ പെൻഡിങ് ആവും കേട്ടോ. അപ്പം അങ്ങനെ ഒരാഴ്ച ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാ ഡോറും തുറന്നിട്ട് ഒന്നിങ്ങനെ ചെക്ക് ചെയ്യും കേട്ടോ. ഒന്നിങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നിൽക്കുന്നതും കറക്റ്റ് അല്ലാത്തതും ഒക്കെ ഒന്ന് റെഡിയാക്കി ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് മടക്കി വെക്കുമ്പോൾ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അലമാരയിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ അലക്കിയത് ഉണങ്ങിയതുണ്ടെങ്കിൽ പെട്ടെന്ന് മടക്കി നമുക്ക് ആ പ്രോസസ്സ് പെട്ടെന്ന് കഴിയും കേട്ടോ. ആറിടുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു അലക്കിയത് എടുക്കും.
എടുത്ത ആ വഴിക്കന്നെ നമുക്ക് ഇതുപോലെ മടക്കി വെക്കാനും വേണ്ടി തോന്നും കേട്ടോ. നേരെ മറിച്ച് നമ്മൾ അലമാര അലങ്കോലായിട്ട് കിടക്കുകയാണെങ്കിൽ എനിക്ക് മടക്കാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് പിന്നെയും വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഒരാഴ്ച ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ആക്കി നോക്ക്. അങ്ങനെ അലമാര ക്ലീൻ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് മടക്കി വെക്കാനും കൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇടൂല. ഇപ്പോൾ ഒരു മേശൻ്റെ പുറത്തോ ഒരു കട്ടിലിൻ്റെ പുറത്തോ ഒരു കസേരയിലോ കൊണ്ടുവന്ന് ഇങ്ങനെ ഡംപ് ചെയ്ത് നമ്മൾ ഇടൂല കേട്ടോ. അത് നമുക്ക് നമ്മളെ വീട്ടിലെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് പാത്രങ്ങൾ ഉണങ്ങിയത് അല്ലെങ്കിൽ കഴുകിയത് എടുത്തു വെക്കുക, അല്ലെങ്കിൽ കഴുകി ക്ലീൻ ചെയ്ത് സിങ്കിൽ നിന്ന് മാറ്റുക, കഴുകിയത് എടുത്ത് കബോർഡിലേക്ക് എടുത്ത് വെക്കുക. തുണികൾ അന്നാന്ന് ഉള്ളത് അന്നാന്ന് അലക്കുക, ആറിയിടുക. ആ ഒരു സെക്ഷൻ നമ്മൾ മടക്കി കബോർഡിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. എന്നാൽ തന്നെ നമ്മൾ വീടില്ലേ പകുതി മുക്കാലും നീറ്റായിട്ടിരിക്കും കേട്ടോ. തുണികളും പാത്രങ്ങളും വിരിച്ച് വാരി ഇടാണ്ടിരുന്നാൽ തന്നെ നമ്മളെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും ഒരു വീട് ക്ലീൻ ആയിട്ട് കൊണ്ടുപോയി നടക്കണമെങ്കിൽ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ അതങ്ങനെ സൈഡിലൂടെ അങ്ങ് നടന്നു പോയിക്കോളും. ഇനിയിപ്പോൾ ഞാനിതുപോലെ എൻ്റെ ഡ്രസ്സുകൾ ഇതുപോലെ അങ്ങ് എൻ്റെതായാലും റഫീഖേൻ്റെതായാലും ഇതുപോലെ ഫോൾഡ് ഭയങ്കര എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന പോലെ ഒരു ബോക്സിലാക്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക, അങ്ങനെ ഒന്നും ഞാൻ ചെയ്യലില്ല കേട്ടോ. ഇതുപോലെ ചെയ്തു വെക്കും. ഉള്ള ഡ്രസ്സുകൾ ഇതുപോലെ മടക്കി അതുപോലെ നീറ്റാക്കി വെക്കും കേട്ടോ. മടക്കിയിട്ട് അത് കബോർഡിൻ്റെ ഉള്ളിലേക്ക് വെറുതെ ഇങ്ങനെ ആയിട്ട് വെക്കുക ചെയ്യുക. പിന്നെ നമുക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാ അലമാരയിലും സ്പേസ് ഉണ്ട് അത്യാവശ്യം. അപ്പം ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ടും ഇങ്ങനെ എന്താ പറയുക, ചിലർ ബോക്സൊക്കെ വെച്ചിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യുന്നവരൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അങ്ങനത്തെ വീഡിയോ നോക്കിക്കും. അപ്പോൾ എനിക്ക് അതിൽ താല്പര്യമൊന്നുമില്ല, എനിക്ക് ഇതിനെ സമയം കിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് നല്ല റെഡിയാക്കിയിട്ട് അലമാരയിൽ ഇങ്ങനെ ഒതുക്കി വെക്കും, അത്രേ ചെയ്യുള്ളൂ. അപ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട് ജംഷീൻ്റെ ഡെയിലി ഇടുന്ന ഡ്രസ്സുകൾ അയൺ ചെയ്തിട്ടാണോ ഇടലെന്ന്. അല്ല കേട്ടോ, നമ്മൾ ഇതുപോലെ മടക്കി വെക്കൂലേ, അപ്പോൾ ഇങ്ങനെ അട്ടിക്കല്ലേ ഉണ്ടാവുക. ഇങ്ങനെ ഉള്ള ഡ്രസ്സുകൾ മുകളിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ അമർന്നിരിക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നെ എടുക്കുന്നത് താഴെ നിന്നായിരിക്കും. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അതിങ്ങനെ മടക്കി വെച്ച് അല്ലാണ്ട് നമ്മളിങ്ങനെ തൂക്കിയിട്ടാലോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തിലെങ്കിലും കൊണ്ടുപോയി ഇട്ടാലോ ആ ഒരു വൃത്തി ഉണ്ടാവില്ല. നമ്മളൊരു നീറ്റായിട്ട് ഇങ്ങനെ ചുളിവൊക്കെ ആയിട്ട് ഇരിക്കും. അപ്പോൾ ഞാനിങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ആക്കുക ചെയ്യുക. അപ്പം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മൾ എടുക്കുന്ന സമയത്ത് ഷോള് ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ചുരിദാറും സെറ്റും എല്ലാം സെറ്റായിട്ട് വെക്കല്ല, എല്ലാം കൂടെ മടക്കി വെക്കുക ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ചുരിദാറിന് കറക്റ്റ് അതിൻ്റെ തന്നെ പാൻറ്റൊന്നും ഇടൂല കേട്ടോ. എനിക്ക് എല്ലാത്തിനും കൂടെ കുറച്ച് പാൻറ്റാണ് ഉണ്ടാവുക, ഒരു 3-4 പാൻറ്റ് ഉണ്ടാവും. അത് ഞാൻ എല്ലാത്തിനും ഇടും കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാവുക. ഷോളും അങ്ങനെ തന്നെയാണ്, മൊത്തം മിക്സാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കലൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ അലക്കാനിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിടട്ടെ. പിന്നെ അന്നത്തെ ദിവസം ഈ ദിവസം വേറൊരു സംഭവം കൂടെ ഉണ്ടായി കേട്ടോ. ഇന്നലെ വയനാട് ഒരു ഭൂമി കുലുക്കം എന്നുള്ള സംഭവം കൂടെ ഉണ്ടായി. ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധാരണയിലും വ്യത്യസ്തമായിട്ടൊരു സൗണ്ട്, നമ്മളൊരു ഇടി മുഴങ്ങുന്ന പോലെയൊക്കൊരു സൗണ്ട് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളിവിടെ കൽപ്പറ്റയിൽ അനുഭവപ്പെട്ടിട്ടില്ല, ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ അമ്പലവയൽ അങ്ങനെ ചുണ്ട പറയുന്നുണ്ട്, കറക്റ്റാണോന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അത് വയനാട് മാത്രമല്ല, കോഴിക്കോട് കേട്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തൃശ്ശൂർ ചാവക്കാട് കേട്ടു എന്ന് പറഞ്ഞു, പാലക്കാട് കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിലുള്ളൊരു ഭൂമിൻ്റെ ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതിൻ്റെ ഒരു അതിനോടനുബന്ധിച്ചിട്ട് വരുന്ന ഒരു സംഭവമാണെന്നാട്ടോ പറയുന്നത്. അപ്പോൾ പിന്നെ ഇന്നലെ കറക്റ്റ് അതിൻ്റെ ഒരു പേടിയായിരുന്നു കേട്ടോ. അത് അറിഞ്ഞ മുതൽ പിന്നെ നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ ഇല്ലേ ഒന്നുമില്ല, പക്ഷെ വെറുതെ നിൽക്കുമ്പോൾ അനങ്ങുന്നുണ്ടോ ഇളകുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നൽ കേട്ടോ. വെറുതെ തല ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ ഒരു ഫീൽ ഇങ്ങനെ വന്നു കേട്ടോ. എന്തായാലും നല്ല പേടിയുണ്ടായിരുന്നു. വേഗം നമ്മൾ പ്രശാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം നമസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്ത് നമ്മൾ ആരോട് പറഞ്ഞിട്ടും ഇങ്ങനെയാണോലേ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യമില്ല. നമുക്ക് വിവരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കുക എന്നല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാണ്ട് ഒരു രക്ഷയില്ല. എന്തായാലും മരണമുണ്ട്. അപ്പോൾ നല്ല മരണം നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. അതന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഇങ്ങനത്തെ അപകടം ഒന്നുമില്ലാതെ നല്ല രീതിയിലങ്ങ് കാര്യങ്ങളൊക്കെ കഴിയണേ എന്നുള്ളൊരു പ്രാർത്ഥന ഇപ്പോൾ ഉള്ളൂ എന്തായാലും. അപ്പോൾ അത് പേടിക്കാനൊന്നും ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇന്ന് ട്രെയിനിങ് ആണ് കേട്ടോ. പ്രൈം മിനിസ്റ്റർ വരുന്നതിൻ്റെ ഒരു ട്രെയിനിങ്, അവർ എല്ലാ ഭാഗം വീക്ഷിക്കുക അങ്ങനെയൊക്കെ സംഭവങ്ങളില്ല. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റഫീഖാക്കൊക്കെ ടൗണിൽ ഇതിൻ്റെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇന്നലത്തേതാണിത്. ഇന്നത്തെ ഞാൻ വോയിസ് കൊടുക്കുന്ന ആ ദിവസം ആണ് പ്രൈം മിനിസ്റ്റർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടിയിലാട്ടോ റഫീഖൊക്കെ ഉള്ളത്.
പിന്നെ ആകാശത്ത് കൂടെ ഫ്ലൈറ്റ് ആയാലും ഇതായാലും നമുക്ക് നോക്കി നിൽക്കാൻ നല്ല രസമല്ലേ. ഇത് അങ്ങനെ രാവിലെ കുറേ സമയം നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 11 മണി മുതൽ ഇത് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ഏകദേശം വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വരുമ്പോഴൊക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നോക്കും. നല്ല നമ്മളോട് ഇങ്ങനെ ചേർന്നിട്ട് വീടിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഫ്ലൈ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായി, പ്രത്യേക സൗണ്ടും അങ്ങനെയൊക്കെ. അപ്പോൾ ഉച്ചക്കത്തെ കാര്യമൊന്നും പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു ഒപ്പിക്കലും കാര്യങ്ങളും എല്ലായിരുന്നു. അപ്പോൾ ഇത് വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വൈകുന്നേരം റഫീഖ വിളിച്ചിട്ട് പറഞ്ഞ് റഫീഖാൻ്റെ കണ്ണൂരിലുള്ള അവർ ട്രെയിനിങ്ങിൻ്റെ സമയത്തുണ്ടായിരുന്ന ബാച്ചിലെ പോലീസുകാർ ഇവിടെ മുകളിലൂടെ ഹെലികോപ്റ്റർ പോകുന്നതിൻ്റെ നല്ല സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് നിർത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവർ ട്രെയിനിങ് കഴിഞ്ഞ ബാച്ചിലെ പോലീസുകാർ 4 പേര് വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ടെന്നല്ല, ഇവിടെ ഡ്യൂട്ടിക്ക് അവർ വന്നിട്ടുണ്ട്. ഉരുൾപൊട്ടലിൻ്റെ ആ സമയം അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവരിന്ന് നമുക്ക് വീട്ടിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ റഫീഖ പറഞ്ഞു, ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ഓക്കെ ആണ്, ഡ്യൂട്ടി അല്ലേ, അപ്പോൾ ഓക്കെ ആണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയായിട്ടുണ്ട്. ഇപ്പോൾ റഫീഖ വിളിച്ചിട്ട് പറഞ്ഞു അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ റഫീഖാൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ ഞാൻ ചിക്കനൊന്നും കിട്ടിയിട്ടില്ല, കുറച്ച് മട്ടൺ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം വെള്ളത്തിലിട്ട് വെച്ചിട്ടോ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെജീസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇതിപ്പോൾ മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ പറയില്ലേ എങ്ങനെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യലെന്ന്. നമുക്ക് ചെറിയൊരു പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് ഇങ്ങനത്തെ എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാകുന്ന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല നീറ്റാക്കി തന്നെ ചെയ്യുകയും വേണം, വേഗത്തിൽ നമുക്ക് ചെയ്യുകയും വേണ്ടേ. അപ്പോൾ 5:30 ആയപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തു. പിന്നെ ഇപ്പോൾ മട്ടനൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റഫീഖ ചിക്കൻ കൊണ്ടുതന്നു. അത് കഴുകിയിട്ടാണ് ഞാൻ നമസ്കാരത്തിന് വേണ്ടിയിട്ട് പോയത്. മഗ്‌രിബ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കുക്ക് ചെയ്താൽ മതിയല്ലോ അവർ വരുമ്പോഴത്തേക്കും. അങ്ങനെ ചിക്കനും കഴുകി വെച്ചിട്ട് പോയി. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ കേട്ടോ. പിന്നെ എല്ലാം നമുക്ക് മിക്സ് ചെയ്യുന്ന അങ്ങനത്തെ പണികളല്ലേ ഉള്ളൂ. അപ്പോൾ ബിരിയാണിക്കുള്ള ഉള്ളിയും തക്കാളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ചിക്കൻ വേവിക്കാൻ വേണ്ടി വെക്കണം. മട്ടൺ ഞാനൊരു വരട്ടാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയിലേക്ക് വേണം, പിന്നെ ബിരിയാണിക്ക് ഒരു സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ. ചിക്കൻ 2 കിലോ ബിരിയാണി കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ചിക്കൻ 2 കിലോ ഉണ്ട്. ഞാൻ വിചാരിച്ചു 2 കുക്കർ വേണ്ടി വരുന്നില്ല, ഒരു കുക്കറിൽ തന്നെ 2 കിലോനും കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലൊന്ന് വരിച്ചെടുക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ മസാല ഒരു 5-10 മിനിറ്റ് ഒന്ന് സിമ്മിലാക്കിയിട്ട് വെക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ മസാലയ്ക്കുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഈസി അല്ലേ, ഇങ്ങനെ മൊത്തം ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ ബിരിയാണി ഉണ്ടാക്കാത്തവരുണ്ട്, ഭയങ്കര ഈസി മെത്തേഡാണ് കേട്ടോ. എന്നാൽ നല്ല അടിപൊളി ദം ബിരിയാണിയാണ്. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കട്ടോ. പുതിയ വ്യൂസ് ഉള്ളതുകൊണ്ടാണ് കുറേ പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ജസ്റ്റ് ഓടിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിതാ 2 കിലോയിലേക്ക് 4 തക്കാളി, അതായത് 1 കിലോൻ്റെ അളവ് ഞാൻ പറയാം. നമ്മൾ 2 കിലോനാണ് ചെയ്യുന്നത്. 1 കിലോയിലേക്ക് 4 സവാള, 2 തക്കാളി, 8 പച്ചമുളക്, 1 ബൾബ് വെളുത്തുള്ളിയില്ലേ അത്, 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തു. 1 കിലോയിലേക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. പിന്നെ 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചിക്കനും ആ ഒരു മസാലേൻ്റെ സംഭവം കൂടെ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മളെ മട്ടൺ ഞാൻ നേരത്തെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. എയർ പോയിട്ടില്ല കേട്ടോ, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിരിയാണി റൈസും കൂടെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ കഴുകേണ്ട പാത്രങ്ങളൊക്കെ നമുക്ക് കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ നടക്കണം കേട്ടോ. അപ്പോൾ അതുവരെയുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇവിടുത്തെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീനിങ് കുക്കിംഗ് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് കഴിഞ്ഞോളും. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രീസറിൽ നിന്ന് ഇങ്ങനത്തെ കറിയുന്ന സമയത്ത് ഫ്രീസറിലുള്ള ചിക്കന് ബീഫൊക്കെ ഉണ്ടെങ്കിൽ വേഗം അതെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചോളൂ. അതൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് അതുപോലെ തന്നെ പച്ചക്കറി, ഉള്ളി, തക്കാളി അങ്ങനത്തെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം കേട്ടോ. ആ സമയം അവിടെ നമുക്ക് കിട്ടും. പിന്നീട് നമ്മൾ വേവിക്കാനുള്ള കാര്യങ്ങളൊക്കെ വെക്കുക. അങ്ങനെ ഇനിയിപ്പോൾ ഇത് ഞാനൊരു വെൽക്കം ഡ്രിങ്ക് അവർ വരുമ്പോൾ കൊടുക്കാനുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. തണുപ്പല്ലേ എന്തായാലും ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഫലൂദ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞൊരു ചെറിയ കഷ്ണം ഉള്ളി ചെറുതായിട്ട് നെയ്യിൽ ഒന്ന്
കളറൊന്നും ചേഞ്ച് ആവേണ്ട. ആ ഒരു സമയത്ത് ഒരു 2-3 ഗ്രാമ്പു, 2-3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 2 പാക്കറ്റ് പാല്, 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഭയങ്കര പായസത്തിനെ പോലും മധുരമാവുക, ഇതൊരു ഡ്രിങ്ക് അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ പഞ്ചസാര ചേർത്ത് കൊടുത്തു, അതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതാ ആ ഒരു സമയം കൊണ്ട് നമ്മളെ ചിക്കനൊക്കെ വെന്ത് മാറ്റി വെച്ചു. അതുപോലെ തന്നെ ഇതാ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിന് മസാല ഒന്ന് സെറ്റാക്കി എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ പാല് തിളച്ച് വന്നു. ഇനി ഇതിലേക്കില്ലേ ഒരു 1.5 ടീസ്പൂൺ ഗോതമ്പ് പൊടി കലക്കിയത് പച്ചവെള്ളത്തിൽ ഒന്ന് കലക്കിയെടുത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി ആട്ടോ ചേർത്ത് കൊടുത്ത്. ചിലർ മൈദയും ചേർത്ത് കൊടുക്കാറുണ്ട്. ഗോതമ്പ് മതി, അതാകുമ്പോൾ ഹെൽത്തി അല്ലേ, നമുക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ എല്ലാവർക്കും. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളില്ലേ ഇത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതൊന്ന് അരിച്ചെടുക്കും കേട്ടോ. അതുവരെ ഇതിങ്ങനെ നമുക്ക് തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഓഫാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളിതൊന്ന് അരിച്ചെടുക്കും, അതാട്ടോ ഞാൻ പറഞ്ഞത്. എന്നിട്ട് വേണം സെർവ് ചെയ്യാൻ. ആ ഉള്ളിയോ പട്ടയോ ഗ്രാമ്പോ ഒന്നും അതിലുണ്ടാവില്ല. എന്നാൽ അതിൻ്റെയൊക്കെ ചെറിയ മൈൽഡായിട്ടുള്ള ഫ്ലേവർ നമുക്ക് അതിൽ കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാട്ടോ. തണുപ്പിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ മസാല ഒന്ന് റെഡിയാക്കി എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് 2 കിലോനല്ലേ നമ്മളിപ്പോൾ ചെയ്യുന്നത്, 2 കിലോയിലേക്ക് 2 ടീസ്പൂൺ, 1 കിലോയിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, ബിരിയാണി മസാല ചേർത്ത് കൊടുത്തു. ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെജ്ജീസ് അതങ്ങ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കുറവായിരുന്നു കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ വെള്ളം ഉണ്ടാകും, ചിലപ്പം കുറവായിരിക്കും. കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ച് വെള്ളം ചേർത്ത് കൊടുത്തേ. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3-4 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. വിനാഗിരി ചേർത്ത്, നമ്മളിതിൽ തൈര് ചേർത്ത് കൊടുക്കുന്നില്ല, വിനാഗിരിയാണ് കേട്ടോ. ഇതിൽ ടേസ്റ്റ് കൂടാൻ കാരണം അത് തന്നെയാണ്. അത് ചേർത്ത് കൊടുക്കുക. അങ്ങനെ പുളിയും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം കൂടുതലുണ്ടാവരുത്, പുളി കൂടുതലുണ്ടാവരുത്, ഉപ്പ് എല്ലാം കറക്റ്റാക്കി എടുക്കണം. ഇനി അതൊന്ന് ഒരു 5 മിനിറ്റ് 5-10 മിനിറ്റ് അവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് റൈസും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നെയ്ച്ചോറും ഈ ബിരിയാണിയും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. ജംഷി റെസിപ്പീസ്, ദം ബിരിയാണി, ബീഫ് ബിരിയാണി ഒക്കെ നടിച്ചത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാ റൈസും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഗീ റൈസ് നമുക്ക് വേണമെങ്കിൽ ബിരിയാണി പോട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 തവണയായിട്ട് ഓരോ കിലോ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഞാൻ കുക്കറിൽ പെർഫെക്റ്റായിട്ട് കുക്കറിലും അടുപ്പിലും ഒക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ മസാലയൊക്കെ ഒരു 5-10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ റെഡിയാക്കിയിട്ട് 5 മിനിറ്റ് മതി കേട്ടോ. മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കും. അതൊന്നും ഒരുപാടാവരുത്. 2 പിടി ഞാൻ ചേർത്ത് കൊടുത്തു, 2 കിലോയിലേക്കാണ്. പിന്നെ നമ്മൾ വേവിച്ച ചിക്കനില്ലേ, അത് നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ഇടരുത് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മഞ്ഞൾപ്പൊടി മാത്രം മതി ഇതിലേക്ക്, ഇല്ലെങ്കിൽ ഒരുപാട് മഞ്ഞ കളറായ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി അത് അടച്ച് വെച്ചൊരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയിൽ ചിക്കൻ ഇട്ടിട്ട് ഇതാ നമ്മളെ റൈസ് ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഞാൻ ഈ 2 കുക്കറിലായിട്ട് വേവിച്ച് കൊടുക്കുന്നുണ്ട് ഇത് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ ഫസ്റ്റത്താണിത്. ഇനി ഒരു കുക്കറും കൂടെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും നമ്മളെ നെയ്ച്ചോറ് റെഡിയായി കിട്ടും. അപ്പോൾ അത് ആവശ്യമുള്ളവരും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട്, അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഇതാ നമ്മൾ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി വേണം കേട്ടോ, ഈ ഒരു വെള്ളം ഇതിൽ വേണം, എന്നാലാണ് നല്ല എന്താ പറയുക, നല്ല ജ്യൂസി ആയിട്ടുള്ള മസാലയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ആ റൈസ് വെന്ത് വരേണ്ട ടൈമുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് സലാഡ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതാ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുക്കുന്നുണ്ട്, ഒരു പച്ചമുളകും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. സലാഡിൽ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല, അത് ചെറിയ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്തുമ്പോൾ ടേസ്റ്റിലും നല്ല വ്യത്യാസം ഇരിക്കും കേട്ടോ. ചെറുതായിട്ട് എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡായി കൊടുക്കാം, വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി ചില്ലി ഫ്ലേക്സ് മാറ്റിയിട്ട് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക, അപ്പോഴും വേറെ തന്നെ ടേസ്റ്റാകും. ഇനി എന്തെങ്കിലും ഫ്രൂട്ട് ഇതിൽ മിക്സ് ആക്കി കൊടുക്കാം, അപ്പോഴും വേറെ തന്നെ ടേസ്റ്റ് വരും കേട്ടോ. അങ്ങനെ മാറ്റിയൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ ഇതാ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു, കുറച്ച് വിനിഗർ ചേർത്ത് കൊടുത്തു, വേണമെങ്കിൽ നിങ്ങൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഞാനിപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ, കറക്റ്റായിരിക്കും.
അതൊന്ന് മിക്സാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മട്ടൻ ഗ്രേവി ഇല്ലേ അത് റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഒരു മട്ടൻ ഗ്രേവി ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ കുരുമുളകൊക്കെ ഇട്ടിട്ട് മല്ലിയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു വരട്ടാണ് കേട്ടോ. നിറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുമേ. നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ബീഫും ചിക്കനും ഒക്കെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതൊന്ന് റെഡിയായി വരട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ആ സമയം നമ്മൾ 2 കുക്കറിലുള്ള ചോറും റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ദം ചെയ്തെടുക്കട്ടെ. ദം ചെയ്ത് സാധാ ദം പ്രോസസ്സാണ് കേട്ടോ. അത് ഒരു ലെയർ ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ സാധാ ദം ചെയ്യൂലേ, പാലിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇത് നിങ്ങൾക്ക് വെള്ളത്തിലും ചെയ്യാം, പാലിൽ ചെയ്താൽ ഒന്നും കൂടെ ടേസ്റ്റി ആവും കേട്ടോ റൈസ്. അത്രയേ ഉള്ളൂ. അതിനുശേഷം കുറച്ച് മല്ലിയില പുതിനയില ഇട്ട് കൊടുത്തു. ബിരിയാണി മസാല ഒന്നും ഇനി നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ റൈസ് വെക്കുമ്പോൾ അതിൽ ചിക്കൻ്റെ വേവിച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ആ റൈസിന് നല്ല ഫ്ലേവർ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി സെറ്റാണ്. ഇനി നമ്മൾ കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതും കൂടെ ആയാലും നമ്മളെ ഫുഡെല്ലാം സെറ്റാവും. റഫീക്ക വന്നിട്ടുണ്ട് കേട്ടോ. അവർ വന്നിട്ടില്ല, അവർ വരുന്നേ ഉള്ളൂ. ചപ്പാത്തിന് ആർക്കെങ്കിലും ബിരിയാണി കഴിക്കാത്തതോ ആർക്കെങ്കിലും വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ചപ്പാത്തിയും കൂടെ കുറച്ചുണ്ടാക്കിയേ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും കൂടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ വേറൊരു സ്ഥലത്തേക്ക്, ഒരു പ്രശ്നമുള്ള സ്ഥലത്തേക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇവരൊക്കെ റഫീക്കൊക്കെ പോകുമ്പോഴുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. നമുക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവും, കാര്യം അവരുടെ ഡ്യൂട്ടി അതാണ്, നമ്മളും അതിനായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു പേടിയും എല്ലാം നിറഞ്ഞൊരു കാത്തിരിപ്പേക്കോട്ടെ നമുക്കിപ്പോൾ. അവരെ ഫാമിലിയും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അങ്ങനെ പിന്നെ അവർക്ക് ഭയങ്കര ആവേശമായിരിക്കും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും. അവർ അതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്കും കിട്ടും കേട്ടോ. നമുക്കും ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്കും എന്തായാലും വരും. അവരുടെ ഫാമിലിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അവർക്കുള്ള ഫുഡ് കൊടുക്കാനുള്ള പ്ലേറ്റ് അവർ വന്നു കേട്ടോ. അവർക്ക് ഡ്രിങ്കൊക്കെ കൊടുത്തു. ഇനി അവർ റഫീഖൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറേ മുമ്പ് കണ്ടതല്ലേ, അവർ ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടന്നുറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഭയങ്കര ബന്ധമായിരിക്കും പിന്നീട് കാണുമ്പോൾ. അതായത് ഒരു കൊല്ലം അങ്ങനെ തോന്നുന്നു, എത്രയും എൻ്റെ പീരീഡ്സ് എനിക്കറിയില്ല. അത്രയും ഇവർ ഒരുമിച്ച് താമസിച്ചവരല്ലേ, പുറത്തേക്കൊന്നും പോകാതെ അവരായിട്ടുള്ള ആ ഒരു ലോകം മാത്രമല്ല. അപ്പോൾ ആ ഒരു അത്രയും അറ്റാച്ച്മെൻറ്റ് അവർക്ക് ഉണ്ടാവുമല്ലോ അവർക്കെല്ലാവർക്കും. അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനും ഒരു അതിൻ്റെ ഹാപ്പിനെസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് പിന്നീട് കാണുമ്പോഴുള്ള കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവർ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതാ നമ്മൾ ഫുഡൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് അതാ നല്ല ദമ്മായിട്ടുണ്ട്. പിന്നെ ഞാൻ ബിരിയാണിക്കൊന്ന് സെർവ് ചെയ്യട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസ് പോട്ടിൽ അല്ലെങ്കിൽ ഒരു ചെമ്പിൽ ഉണ്ടാക്കാം കേട്ടോ. കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ നമുക്കിവിടെ അല്ലേ, ഇവിടെ റഫീഖാക്കായാലും ഞങ്ങൾക്കൊക്കെ കുക്കറിൽ ഉണ്ടാക്കുന്ന റൈസാട്ടോ ഇഷ്ടം. എനിക്ക് അതൊരു ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് കുറേ ഉള്ളത് കേട്ടോ. ഞാൻ മുന്നേ റഫീഖാൻ്റെ ഓഫീസിലേക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു വിടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോഴൊക്കെ ഞാൻ എത്ര കിലോ വെക്കുകയാണെങ്കിൽ ഞാൻ കുക്കറിലാട്ടോ വെക്കുക. നമുക്ക് കുറേ അടുപ്പുണ്ടല്ലോ, അപ്പോൾ കുക്കറിൽ തന്നെയാണ്. എനിക്ക് ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. നമുക്ക് മറ്റേതിലും വെക്കാം, പക്ഷേ എനിക്ക് ഒന്നും കൂടി ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഇതിലാട്ടോ കിട്ടുക. പക്ഷെ ചിലർക്ക് നേരെ തിരിച്ചു ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ബീഫിലും വെക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ബീഫിലും ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ അതാ നമ്മളെല്ലാം അവർക്ക് ഫുഡ് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതാട്ടോ ഫുഡ് സെർവ് ചെയ്യലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്യൂട്ടിക്ക് വന്നിട്ട് ഇവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കാമെന്ന് പറയുന്നത് അതും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയിട്ടാ. രണ്ടാണോ? ഇനിയുണ്ട്.
നമ്മളെ എന്തായാലും കിട്ടൂല, നമുക്ക് ഒരു ടൈം കിട്ടൂല, നമ്മളെ കിട്ടിയില്ല. പറ്റി പറഞ്ഞൊന്നും പറയില്ല കേട്ടോ. എന്നാ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ കേട്ടോ. നല്ലൊരു ഡ്യൂട്ടി തന്നെ വന്നാൽ നമുക്ക് നല്ലൊരു നമുക്ക് അതെ നിങ്ങളെ പിന്നെ അവർക്ക് ജസ്റ്റ് വിളിക്കും. പറയാൻ പറ്റില്ല, ജസ്റ്റ് വിളിക്കും. അച്ചാറുകൊണ്ട് അങ്ങോട്ടേക്ക് പോകും. കുറെ അച്ഛൻ കഴിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടില്ല. രണ്ടു ഉദ്ദേശം ഉണ്ട്. അച്ഛനെ വീട്ടിൽ പോയിട്ട് പറയാം, ഇങ്ങനെ അച്ഛനോട് പുള്ളിക്കാരി കാണിക്കാം. അപ്പോൾ വാവ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു. ഇനിയിപ്പോൾ നമ്മളും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ മറന്നു, അവരെ വീട് വരുന്നത് കണ്ണൂരും കാസർഗോഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.